ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനലിൻ്റെ പേര് നന്മ വ്ളോഗ്. എൻ്റെ പേര് ഷജി. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് 2 ഉരുളൻകിഴങ്ങ്, പിന്നെ 4 കോഴിമുട്ട, പിന്നെ കുറച്ച് ഗോതമ്പ് പൊടി കേട്ടോ. അതിൽ കുറച്ച് പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില അങ്ങനെയൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അമ്മ ഇതാ അവിടെ ഉണ്ട് കേട്ടോ. അമ്മ ഇവിടെ ഭയങ്കര പണിയിലാണ്. മുട്ട തോല് പൊളിക്കുന്നു കേട്ടോ. കോഴിമുട്ട കുറച്ചൊക്കെ തോടിൻ്റെ കൂടെ കുറച്ച് പോകുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല, കാരണം നാടൻ കോഴിമുട്ടയാണ്. അപ്പോൾ അമ്മ പറയാണ് ഇതൊന്നും പറയണ്ടെന്ന്. 2 ഉരുളൻകിഴങ്ങ് ഇതാ നല്ല ചൂടുണ്ട്, പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു സബോള ചെറുതാക്കിയിട്ട് അരിയായി, നല്ല ചെറുതാക്കിയിട്ട് അരിയ. അപ്പോൾ ഇതിൽ ആരോ പറയുണ്ടായിരുന്നു കയ്യോറൊക്കെ വെക്കാൻ. കയ്യോറുടെ ആവശ്യമൊന്നുമില്ല. ഞങ്ങളിവിടെ നാട്ടിൻപുറത്തെ ആൾക്കാർക്ക് കയ്യോറൊന്നും ആവശ്യമില്ല. സവോള അരിഞ്ഞു കഴിഞ്ഞിട്ട് പച്ചമുളക് അത് അമ്മ അരിയാൻ നോക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി ഇടാം, വെളുത്തുള്ളി ഇടാം, ഇതൊക്കെ ഇടാം കേട്ടോ. പിന്നെ ഗോതമ്പ് പൊടി ഇല്ലാത്തൊരു മൈദമാവ് ഇടാം കേട്ടോ. ഇതിന് പേര് ഞാൻ പറയാം, പേരെന്താണൊക്കെ. കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമല്ലേ? ചിലപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് അങ്ങനെ അങ്ങോട്ട് പോവും. വീഡിയോ കണ്ടിട്ട് അങ്ങനെ പോകരുത് കേട്ടോ. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ലൈക്ക് തരണേ. കാരണം വലിയ വലിയ ആൾക്കാരുടെ പോലുള്ള വീഡിയോ എന്നല്ല, നമ്മുടെ സാധാ റേഷൻ കടയിലത്തെ കേട്ടോ. ഇതൊരു ഗ്ലാസ്സാണ് എടുക്കുന്നത്, ഒറ്റ ഗ്ലാസ്. നമ്മ ഭയങ്കര കലിപ്പിലാണ് കേട്ടോ. കലിപ്പാണ് നമുക്ക്, എന്താണെന്നറിയില്ല. അപ്പം കൂട്ടുകാരൻ ചോദിക്കണ്ട എന്താണ്. ഞാനെന്തെങ്കിലും പോരടിച്ചോന്ന് അറിയണല്ലോ. കൂട്ടുകാർ കമന്റ് ചെയ്യണം കേട്ടോ. കുറച്ച് മുളക് പൊടി ഇടണം കേട്ടോ. മുളക് പൊടി കുറച്ചിടണ്ടേ. ലേശം ഉപ്പിടുന്നുണ്ട്, ഉപ്പ്. ഇതേപോലെ കുറച്ച് ഗരം മസാല ഇടുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിക്കണേ. കാല് വേദനിച്ചിട്ടാണ് കേട്ടോ അമ്മ അങ്ങനെ ടെൻഷനായിട്ട് ഇരിക്കുന്നത്. നമ്മുടെ കാല് നിൽക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞ് നല്ല വേദന ഉണ്ടാവും. അതുകൊണ്ടാണ് അമ്മ അങ്ങനെ തട്ടിമുട്ടി നിൽക്കുന്നത്. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഞാൻ കുഴയ്ക്കാൻ പോവാണേ. കുഴക്കണ വീഡിയോ ഞാൻ കാണിക്കുന്നില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിലും ഒന്ന് പേടിച്ചിട്ട്. ഞാനിത് കുഴച്ച് കഴിഞ്ഞിട്ടേ കാണിച്ചു തരാം കേട്ടോ. കാരണം കുഴയ്ക്കണ ഭാഗം ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മളിങ്ങനെ കൂട്ടി കുഴയ്ക്കുമ്പോൾ ചില ആൾക്കാർക്ക് അത് ഇഷ്ടമുണ്ടാവില്ല. മാവ് കുഴച്ചിട്ടുണ്ട് കേട്ടോ. മാവ് കുഴച്ചതില്ലേ ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വീഡിയോ ഓഫാക്കിയിട്ടാണ് ഞാൻ മാവ് കുഴച്ചത്. ഞാൻ ടീസ്പൂൺ കൊണ്ടൊക്കെ കുഴയ്ക്കുമ്പോൾ എനിക്കത് ശരിയാവില്ല. അപ്പം ഞാൻ കൈ കൊണ്ടൊക്കെ നല്ലോണം കൂട്ടി കുഴച്ചിട്ടാണ് ഈ പരുവത്തിലാക്കിയത്. ഇനി നമ്മൾ ചപ്പാത്തിക്ക് പൊടി ഇട്ടിട്ട് ഇങ്ങനെ കുഴക്കില്ല, അതേപോലെ ചെയ്യാം. അപ്പോൾ ഈ ഗോതമ്പ് പൊടി കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ഇടുക. ഇതിൻ്റെ പകുതി എടുക്കുന്നുണ്ട് കേട്ടോ. പൊടിയിലൊന്നും നല്ല കുഴയ്ക്കണ്ടേ. ഇപ്പം ഞാൻ കുഴച്ചിട്ടുണ്ട് കേട്ടോ പൊടിയോട് കൂടെ. നമ്മുടെ മാവ് റെഡി. ഇനി ഞാൻ 2 ഭാഗമാക്കിയിട്ട് കേട്ടോ. അത് നടു 2 ഭാഗമാക്കിയിട്ട് പറഞ്ഞാൽ കുഴച്ചതിന്. അപ്പം ഈ പൊടിയിട്ട് കുഴച്ചത് അതിൻ്റെ പകുതിയാക്കി കേട്ടോ. കാരണം ആദ്യം ഇത് പരത്തുക, എന്നിട്ട് നമ്മൾക്ക് കുറച്ച് പണിയുണ്ട് ഇവിടെ. അപ്പം ഈ മാവ് ഞാൻ കുഴച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്.
ഇത് മെല്ലെ ഒന്ന് പരത്തുക കേട്ടോ. ഒന്ന് പരത്തുക. അത് കഴിഞ്ഞിട്ട് കോഴിമുട്ടല്ലേ മുറിക്കുക. ഇങ്ങനെ മുറിക്കുക. എന്നിട്ട് ഇവിടെ ഒന്ന് വയ്ക്കുക, ഇവിടെ ഒന്ന് വയ്ക്കുക. പിന്നെയും കട്ട് ചെയ്യുക. ഇവിടെ ഒന്ന് വയ്ക്കുക, ഇവിടെ ഒന്ന് വയ്ക്കുക. അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എടുത്തിട്ട് ഇത് മുകളിൽ വയ്ക്കുക കേട്ടോ. മുകളിൽ വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ പരത്തുക. ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിലും ഞാൻ കാണിച്ചു തരാം. അപ്പം ഈ കോഴിമുട്ട മൂടണം കേട്ടോ. അപ്പം ഈ മാവ് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അമ്മ ഇത് കണ്ടപ്പോൾ ഓടിയിട്ടുണ്ട്. ഇതെന്ത് പലഹാരമാണ് വിചാരിച്ചിട്ട് കേട്ടോ. ഇത് നമുക്കിതാ ഓരോ കഷ്ണം മുട്ട വെച്ച ഭാഗമല്ലേ അതിങ്ങനെ ഓരോ പീസ് ഇങ്ങനെ എടുക്കുക. ഇനി എണ്ണയിലിടാം കേട്ടോ. എണ്ണയിലിട്ടിട്ട് നോക്കിയോട്ടെ. ഇപ്പം നമ്മൾ മുട്ട വെച്ചതിൻ്റെ ഓരോ ഭാഗം എടുത്തിട്ട് കട്ട് ചെയ്യുക കേട്ടോ. ഇങ്ങനെ ഓരോ കഷ്ണങ്ങൾ എടുത്തിട്ട് അപ്പോൾ ഇതേപോലെ കേട്ടോ ആയിട്ടുണ്ട്. ഇപ്പം എന്താവുമെന്നറിയില്ല. ഇനി കഴിച്ച് നോക്കിയാലിട്ട് അറിയുള്ളൂ. അപ്പോൾ നന്നായി വേവട്ടെ. എന്തായാലും ഉരുളൻകിഴങ്ങ് എന്തായാലും വെന്തതാണല്ലോ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ മുട്ടയും വെന്തതാണ്. അപ്പോൾ മാവ് മാത്രമാണ് ഒന്ന് ആ സബോള മാത്രം ഒന്ന് വാടണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. പേരില്ല പലഹാരം ആയിട്ടുണ്ട് കേട്ടോ. ഇത് കഴിച്ച് നോക്കണം. മുട്ട ബജി. മുട്ട ബജി ആണ് കേട്ടോ. അപ്പോൾ എന്ത് ബജിയെങ്കിലും ആവട്ടെ, ഇത് പിടിക്കും. മുട്ടയും കൊണ്ട് ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ പിന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇത് ഉണ്ടാക്കി നോക്കണം ഞാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ പേരില്ല പലഹാരം ആയിട്ടുണ്ട്. ഇത് മുഴുവനും കഴിക്കില്ല കേട്ടോ. കൂട്ടുകാർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഞാൻ ഇതിൽ ഇടയ്ക്ക് ഇടുകയാണ്. ഇത് കഴിച്ച് നോക്കട്ടെ കേട്ടോ. അത് തോനെ എനിക്ക് തന്നിട്ടില്ല. തോനൊന്നുമില്ല കേട്ടോ. അവർ ഈ രണ്ടെണ്ണം വെച്ചിട്ടാണ്. പിന്നെ വിജയേട്ടനും അച്ഛനും മോനും ഉണ്ട് കേട്ടോ, 3 എണ്ണം. അപ്പോൾ അവർക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കഴിച്ച് നോക്കട്ടെ കേട്ടോ. അതിൻ്റെ മുട്ടയൊക്കെ ഇട്ടിട്ട് ഉള്ളിൽ കണ്ടോ, മുട്ട അമ്മ തന്നെ പറയുള്ളൂ കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. അമ്മ തന്നെ പറയുള്ളൂ. എനിക്ക് തോന്നുന്നു കുറച്ച് ഉപ്പ് കമ്മിയുണ്ട് കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ നമ്മൾ മുട്ട ബജി കഴിക്കില്ല, അതേ ടേസ്റ്റ് തന്നെ കേട്ടോ. പിന്നെന്താ, ഇത് ഉണ്ടാക്കണ വിധം ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. 2 ഉരുളൻകിഴങ്ങ് എടുക്കുക, എന്നിട്ട് വേവിക്കുക. അതിലേക്ക് സബോള, ഇഞ്ചി, പച്ചമുളക്, പിന്നെ കുറച്ച് ഉപ്പ്, മുളക് പൊടി വേണമെങ്കിൽ ഇടാം. അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അത് കൂട്ടിയിട്ട് നന്നായി ഒന്ന് ഉടയ്ക്കുക. 1 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് മൈദ വേണമെങ്കിലും ഇടാം. ഞാൻ ഗോതമ്പ് പൊടിയാണ് രക്ഷപ്പെട്ടത്. ഗോതമ്പ് പൊടിയായിട്ട് ഞാൻ ഇട്ടത്. എന്നിട്ട് നന്നായിട്ട് കുഴച്ചു. ഞാൻ കുഴയ്ക്കുന്ന വീഡിയോയിൽ കാണിച്ചിട്ടില്ല. പിന്നെ കുഴച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്ക് പരത്തല്ലോ, പൊടി കുറച്ചിങ്ങനെ ഇടുക ആദ്യം. എന്നിട്ട് ആ ഉണ്ടാക്കിയത് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ പരത്തുക. എന്നിട്ട് നമ്മൾ കോഴിമുട്ട പകുതി ആക്കിയിട്ട് ആ കോഴിമുട്ട അങ്ങനെ കുറച്ച് ഓരോ അറ്റത്ത് ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മൾ മുറിക്കാൻ പാകത്തിന് കേട്ടോ. എന്നിട്ട് വേറൊരു കുറച്ച് കൊണ്ട് എടുത്തതിന് മുകളിൽ വെറുതെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇങ്ങനെ പീസാക്കുക. എന്നിട്ട് എടുത്തിട്ട് എണ്ണയിലിടുക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂട്ടോ. അപ്പോൾ ഇതിന് കൂട്ട് ഇങ്ങനെയാണ്.
അപ്പോൾ എൻ്റെ കൂട്ടുകാരോട് ഇനി പറയാനുള്ളത് ഇഷ്ടമായൊരു കമൻറ്റ് ചെയ്യുക, അതുപോലെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ എന്തെങ്കിലും പറയണ്ടോ? അമ്മയ്ക്ക് കാലുകൊണ്ട് വയ്യ, കാല് അമ്മ എപ്പോഴും നീട്ടിയിട്ടിരിക്കുക, കാരണം കാല് മടക്കിയിരിക്കാൻ പറ്റില്ല നമ്മുടെ പോലെ ഒന്നും. അപ്പോൾ കാല് ചുളിയെ കുത്തുകയാണ് കാല്, അപ്പോൾ അതുകൊണ്ടാണ് അമ്മ എപ്പോഴും കാല് നീട്ടിയിരിക്കുന്നത് കേട്ടോ. പിന്നെ അച്ഛനത് അവിടെ കിടക്കുകയാണ് മൂടി പോച്ചിട്ട്. അച്ഛന് പനിയാണ്, 2 ദിവസമായി ഇപ്പോൾ മൂടി പോച്ച് കിടക്കുന്നു. ഇന്നലെ വന്നിട്ട് പിന്നെ ഇന്നും ഡോക്ടറെത്തി കൊണ്ടുപോയിട്ടോ, ചേച്ചി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇപ്പം നല്ല മഴയായിരുന്നു ഇവിടെ, ഞാൻ വീഡിയോ കാണിച്ചു. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇത്ര വെള്ളം ഉണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാവരും. അപ്പോൾ വീട്ടിൽ ഉമ്മർത്ത് നമ്മൾ കാണില്ല, അടുക്കള സൈഡാണ് ഞാൻ പറയാറില്ലേ, ഇടവഴിയിലത്തെ വെള്ളമാണ് നമ്മുടെ അടുക്കള ഭാഗത്തേക്ക് വരണത്. വേറെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവർക്കും ചോദിച്ചു ഇത്ര വെള്ളമൊക്കെ വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. നമ്മൾ വെറുതെ അങ്ങനെ വെള്ളം അവിടെ ഒഴിച്ചിട്ട് കാണിക്കില്ല കേട്ടോ. സത്യം പറയാച്ച് വെള്ളം അവിടെ കെട്ടി നിൽക്കണത് തന്നെയാണ് കേട്ടോ. അപ്പം ഒപ്പം കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞോ? ശരി കേട്ടോ.